മകീര നക്ഷത്രം, അതായത് മൃഗശീർഷ നക്ഷത്രം. മകീര നക്ഷത്രക്കാരുടെ സ്വഭാവം അവർ പൊതുവേ ക്യൂരിയസ് മൈൻഡാണ്. അത്യാവശ്യം നേച്ചറൊക്കെ നന്നായിട്ട് സെർച്ച് ചെയ്യണ ഒരാളായിരിക്കും. ഒരിടത്ത് സെറ്റിലാവാൻ നിങ്ങൾ നല്ല ടൈം എടുക്കും. നിങ്ങളുടെ പ്രണയം ഒരു പ്ലേഫുൾ സ്റ്റാർട്ടായിരിക്കും, പക്ഷെ ഒരു ഡീപ്പ് അറ്റാച്ച്മെൻറ്റ് മെല്ലെ നിങ്ങൾക്ക് എന്തായാലും വരുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഫ്രീഡം പ്ലസ് ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് നന്നായിട്ട് തന്നെ വേണം. ഒരാൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സ് തുറക്കാൻ ഒരുപാട് നിങ്ങൾ എന്തായാലും വൈകും. നിങ്ങളുടെ കോൺഫ്ലിക്റ്റ് എന്താ വെച്ചാൽ എനിക്ക് സെക്യൂരിറ്റി വേണം, പക്ഷെ ഫ്രീഡം കൂടി വേണം എന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. മകീര നക്ഷത്രക്കാർക്ക് പൊതുവെ 2025 നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് കരിയറിലും ഉണ്ടായിരുന്നു, പ്രണയത്തിലും ഉണ്ടായിരുന്നു. അതായത് കറക്റ്റ് ഡയറക്ഷനിലേക്കാണോ, അതായത് കറക്റ്റ് ദിശയിലേക്കാണോ ഞാൻ പോകുന്നത് എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു. ഒരു മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് ഫോക്കസ് പല രീതിയിലും ബ്രേക്കായി, ഡിസ്ട്രാക്ഷൻ പല രീതിയിലുമായി. അതുകൊണ്ട് കുറേ സ്ഥലത്തേക്ക് ആ ഫോക്കസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ലാഗായി എല്ലാ കാര്യത്തിനും. അതുപോലെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഇൻകൺസിസ്റ്റൻസി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരുന്നു. പോരാത്തതിന് ഫിനാൻഷ്യലി ഒരു കയറ്റം വന്നപ്പോൾ അപ്പം തന്നെ ഇറക്കം വന്നു. അതായിരുന്നു നിങ്ങൾക്ക് 2025 നന്നായിട്ട് ഉണ്ടായിരുന്നത്. അതായത് എന്താണ് എനിക്ക് ശരി എന്നൊരു ഡൗട്ടായിരുന്നു നിങ്ങൾക്ക് 2025 മൊത്തത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് 2025 ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇയർ ആയിരുന്നു. പക്ഷേ 2026 അങ്ങനെയല്ല. 2026 മകീര നക്ഷത്രക്കാർ പൊതുവെ ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് ഓൾഡ് കോണ്ടാക്റ്റ് റീകണക്റ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതായത് പിരിഞ്ഞു പോയവരുണ്ടെങ്കിൽ, പഴയ കൂട്ടുകാരുണ്ടെങ്കിൽ, പഴയ കാമുകന്മാരുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കണക്റ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് സൂക്ഷിച്ച് മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു ബൗണ്ടറി എല്ലായ്പ്പോഴും സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ കരിയറിൽ ഒരു റീതിങ്ക് എന്തായാലും ജനുവരി മാസത്തിലുണ്ടാവും. ഞാൻ ഇത്രയും കാലം ചെയ്തത് ശരിയാണോ, ഞാനിപ്പോൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള തോന്നലുണ്ടാവും. അതിനെ കുറച്ചും കൂടി നന്നായിട്ട് തിങ്ക് ചെയ്യും. അത് ഓവർ തിങ്ക് ആയി മാറണ്ട എന്ന് മാത്രം. അതുപോലെ ഇമോഷണലി കുറച്ച് ന്യൂട്രൽ ആയിരിക്കും. സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല, ദേഷ്യവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും ജനുവരിയിൽ ഉണ്ടാവുക. ഫെബ്രുവരി മാസത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതായത് പുതിയ കോഴ്സിന് ചേരാനോ പുതിയ സ്കില്ല് ചേരാനോ ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീൻ്റെ ഒരു വിത്ത് പാകാനുള്ള സാധ്യത എന്തായാലും കാണുന്നുണ്ട്. ജോബ് കിട്ടുന്നല്ല, അതിനുള്ള ഒരു വഴിയൊക്കെ കണ്ടു തുടങ്ങും. അതുപോലെ ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ നിങ്ങൾക്ക് പേഴ്സണലി ഉണ്ടാവും. കുറച്ച് റിലാക്സ് ആയിരിക്കും നിങ്ങൾ. മാർച്ച് മാസത്തിൽ എന്തായാലും പ്രണയത്തിൻ്റെ ഒരു സ്പാർക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ചിലവർക്ക് നല്ല സ്പീഡായിട്ട് പോകും, ചിലവർക്ക് മെല്ലെ പോകുള്ളൂ. പ്ലേഫുൾ ആയതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡേറ്റിംഗ് ഉണ്ടാവും. പ്രപ്പോസൽ ചാൻസ് ഒക്കെ എന്തായാലും പെട്ടെന്ന് വരും. കോൺഫിഡൻസ് അതുകൊണ്ട് നല്ല രീതിയിൽ റൈസ് ആവും. ഏപ്രിൽ മാസത്തിൽ ഓവർ തിങ്കിങ്ങിൻ്റെ പീക്ക് ലെവലിൽ എന്തായാലും പോകും. കാരണം ഇമോഷണലി കുറച്ചും കൂടി ഡിപ്പെൻഡ് ആവാൻ തുടങ്ങണം കൊണ്ടാണ്. അതുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് നല്ല പ്രശ്നമായിരിക്കും. അതൊരു റിസ്ക് ആയിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് മറ്റുള്ളവരുടെ അഡ്വൈസ് നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ മാത്രം ഇഗ്നോർ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. അതിന് ശേഷമൊക്കെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കുന്നതായിരിക്കും നല്ലത്. മെയ് മാസത്തിൽ കരിയറിൽ എന്തായാലും നല്ലൊരു ക്ലാരിറ്റി വരും. ജോബിൽ ഒരു സ്വിച്ച് എന്തായാലും പുതിയ വരും. ചിലർ പുതിയ ബിസിനസ് തുടങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തികം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ജൂൺ മാസത്തിൽ റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇമോഷണലി നല്ല കംഫർട്ടായിരിക്കും. ട്രാവലിൽ ഒരു ലക്കൊക്കെ ഉണ്ടാവും. ട്രാവൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിലെന്തായാലും ഒരു ലക്കും പുതിയ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ മാസത്തിൽ വർക്ക് റിലേറ്റഡ് നല്ല സ്ട്രെസ് ഉണ്ടാവും. അതോറിറ്റി ആയിട്ട് നല്ല ക്ലാഷ് ഒക്കെ ഉണ്ടാവും. അടികൂടാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് ജോലി പോകാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കാമായിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ വെറുതെ കേട്ടുകൊണ്ടിരുന്നാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളയരുത്, താഴ്ന്നു കൊടുക്കരുത്. ശമ്പളം എങ്ങാനും കമ്മി ആക്കുകയാണെങ്കിൽ ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്. കഷ്ടപ്പെട്ടിട്ടും പിടിച്ചു നിൽക്കരുത്. അവിടുന്ന് അപ്പോൾ തന്നെ മൂവ് ഓൺ ചെയ്യുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം. ആഗസ്റ്റ് മാസത്തിൽ ഫിനാൻഷ്യൽ റിലീഫ് ഉണ്ടാവും. പെൻഡിങ് ആയിട്ടുള്ള കടം കൊടുത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നർ സാറ്റിസ്ഫിക്കേഷൻ നല്ല രീതിയിൽ ഉണ്ടാവും. സെപ്റ്റംബർ മാസത്തിൽ പ്രണയത്തിൽ ട്രസ്റ്റ് ഇഷ്യൂ എന്തായാലും ഉണ്ടാവും. അത് ജനുവരി മാസത്തിൽ പുതിയ റീകണക്റ്റ് ഒക്കെ ആയിട്ട് സെപ്റ്റംബർ മാസം ആകുമ്പോൾ അത് കൂടുതലാവും. അതുകൊണ്ട് ആ ട്രസ്റ്റ് ഇഷ്യൂ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അസംഷൻസ് എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യണം. സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല കാര്യം.
ഒക്ടോബർ മാസത്തിൽ വീണ്ടും ഒരു ഫ്രഷ് എനർജി സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. പുതിയ റോൾ, പുതിയ റെസ്പോൺസിബിലിറ്റി ഒക്കെ കിട്ടും. അതായത് ജോലി പോയിട്ടുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഒരു മാസം നിങ്ങൾ കൂടുതലും വീട്ടിൽ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഗ്രോത്ത് എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. നവംബർ മാസത്തിൽ സോഷ്യലി നിങ്ങൾ സക്സസ് ആവും. എല്ലാവർക്കും കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നും. എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങളെ പലരും റെക്കമെൻഡും ചെയ്യും. അതുകൊണ്ട് കോൺഫിഡൻസ് നല്ല രീതിയിൽ എന്തായാലും പീക്കാവും. ഡിസംബർ മാസത്തിൽ നല്ലൊരു സ്റ്റെബിലിറ്റി മന്താണ്. അതുപോലെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷനിൽ ഒരു ഫൈനലായിട്ട് നിങ്ങളെത്തും. കരിയറിൽ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫീൽ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആരോഗ്യം നോക്കുന്ന ഒരു വ്യക്തിയാണ് സാധാരണ. അങ്ങനെ നോക്കാത്തവരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ലേറ്റ് നൈറ്റ് ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഹാർട്ടിനുള്ള പ്രോബ്ലങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കറക്റ്റ് സമയത്തിന് ഉറങ്ങാൻ ശ്രമിക്കുക. നല്ല ഭക്ഷണം കഴിക്കാനും ശ്രമിക്കുക. നിങ്ങൾക്ക് ലൈഫ് സെറ്റിൽമെൻറ്റ് കുറച്ച് ടൈം കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വെറീഡ് ആവാണ്ടിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എല്ലാം ശരിയായ സമയത്ത് നടക്കും എന്ന് വെച്ചിട്ട് ആ സമയം വരും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവിടെ ഇരിക്കാനും പാടില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ.